കാനം രാജേന്ദ്രന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. മുന്നണി ബന്ധത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യത്തിനും ഏറ്റവും താൽപര്യം കാണിച്ച സിപിഐ സെക്രട്ടറി ആയിരുന്നു കാനം. പാർലമെന്ററി രംഗത്തും ട്രേഡ് യൂണിയൻ മേഖലയിലും പിന്നെ പൊതുരാഷ്ട്രീയത്തിലും ഒരുപോലെ വിജയിച്ച നേതാവ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ നിയമസഭാ സാമാജികൻ എന്ന നിലയിലും പാർട്ടിയുടെ ഉന്നത ഫോറങ്ങളിലും മുദ്ര ചാർത്തിയിരുന്നു കാനം. ട്രേഡ് യൂണിയൻ രംഗത്ത് ദേശീയ തലത്തിലും സാന്നിധ്യം അറിയിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്നും മുന്നണി ബന്ധത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു കാനം. ഇടതുമുന്നണിക്ക് സംസ്ഥാനത്ത് ഭരണത്തുടർച്ചയുണ്ടാകാൻ പ്രധാന കാരണങ്ങളിൽ മുന്നണിയിലെ ഐക്യമായിരുന്നു. പല വിഷയങ്ങളിലും സിപിഎമ്മുമായി കടുത്ത ഭിന്നതകൾ സിപിഐക്കുണ്ടായിരുന്നു. അത്തരം ഭിന്നതകൾ തുറന്നു പറയാനും കാനം മടി കാണിച്ചില്ല. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിനെതിരെ പലതവണ കാനം പരസ്യ നിലപാടെടുത്തു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും തോമസ് ചാണ്ടിയുടെ രാജി വൈകിയതോടെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കാൻ പാർട്ടി മന്ത്രിമാരോട് ആവശ്യപ്പെടാനും കാനം തയ്യാറായി. അത്തരം ഭിന്നതകൾ ഉണ്ടായിരുന്നപ്പോഴും അത് മുന്നണി ബന്ധത്തെ ബാധിക്കാതിരിക്കാൻ ജാഗ്രത കാട്ടി. സിപിഐ സിപിഎമ്മിന്റെ തൊഴുത്തിൽ കെട്ടിയ സെക്രട്ടറി എന്ന അധിക്ഷേപം കേട്ടപ്പോഴും പാർട്ടിക്ക് മുന്നണിയുടെ ഐക്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് കാനം പ്രതിരോധിച്ചു. പാർട്ടി ഏറെക്കുറെ പൂർണ്ണമായും നിയന്ത്രണത്തിലായിരിക്കുമ്പോഴായിരുന്നു കാനത്തിന്റെ അപ്രതീക്ഷിത വിയോഗം. അത് സിപിഐയിലുണ്ടാക്കിയ വിടവ് ചെറുതല്ല. പാർട്ടിയും മുന്നണിയും പ്രതിസന്ധിയിലാകുമ്പോൾ യുക്തിസഹവും മൂർച്ചയേറിയതുമായ വാക്കുകളിലൂടെ പ്രതിരോധം തീർത്തിരുന്നു കാനം. അത്തരമൊരു നേതാവിന്റെ നിഴലാകാൻ പോലും ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന വിമർശനവുമായി ചേർത്തുവെക്കുമ്പോഴാണ് കാനത്തിന്റെ അഭാവം സൃഷ്ടിച്ച ശൂന്യതയുടെ ആഴം സിപിഐ തിരിച്ചറിയുന്നത്. വി വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.